ഇതുവരെ കോടതിയിൽ ഹാജരായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. എന്തായാലും വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധിയിൽ തനിക്ക് ആശങ്കയില്ലെന്നും അന്തിമ വിജയം തനിക്കായിരിക്കുമെന്നാണ് ആന്റണി രാജു MLA പ്രതികരണം. കഴിഞ്ഞ 34 വർഷമായി ഈ കേസ് ചർച്ച ചെയ്യുന്നൊരു ഓരോ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വിധികൾ വരുമ്പോൾ നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. എനിക്ക് ഈ വിധിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും. കോടതിയുടെ മുമ്പിൽ തന്നെ വേറെ ആളുകൾ കുറ്റം ചെയ്തതായിട്ട് ഇന്റർപോളും CBIയും ഏക്കാനിയുടെ കാലത്തുള്ള പോലീസിന്റെ അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഞാനെന്തിനു ഭയക്കണം? ഐ വാസ് വെരി കോൺസ്റ്റന്റ്. ഞാൻ നിയമത്തിന്റെ പാതയിലൂടെ കൃത്യമായിട്ടാണ് സഞ്ചരിച്ചതെന്നുള്ളത് കോടതിക്ക് അങ്ങനെ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു അഡ്വൈസർ മാർക്ക് എനിക്കെതിരെ പറഞ്ഞില്ലല്ലോ. നോ. അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് വിചാരണ നേരിടാനാണ്. ഞാൻ ആ വിധിയുടെ പൂർണ്ണ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല, മുഴുവൻ വായിക്കാനുണ്ട്. വിചാരണ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത നടപടികൾ നിയമ നടപടികളുമായി ഞാൻ പോവും. വിചാരണ നേരിടാനാണെങ്കിൽ നേരിടും. നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുക. ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹിമാൻ സ്ഥിരീകരിച്ചു. അടുത്ത വർഷം കേരളത്തിൽ അർജന്റീന ടീം പങ്കെടുക്കുന്ന 2 മത്സരങ്ങൾ നടക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ലോക ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം അടുത്ത വർഷം കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചു. സ്പെയിനിൽ വെച്ച് അർജന്റീന ടീം മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത വർഷം കേരളത്തിൽ വെച്ച് 2 മത്സരങ്ങൾ നടക്കും. മത്സരം എവിടെ വെച്ചാണ് എന്നും എതിർ ടീം ആരെന്നും പിന്നീട് പ്രഖ്യാപിക്കുമെന്നും കായിക മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ കേരളത്തിലാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ 4-1